നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചതാണ് വിപണിയെ പിടിച്ചുലച്ചത്. ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തകർക്കുമെന്ന് ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരി മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള പാതയാണിത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകങ്ങളും പ്രധാനമായും ഈ വഴിയാണ് ഏഷ്യൻ വിപണികളിലേക്ക് എത്തുന്നത്. കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കാൻ സാധ്യതയുണ്ട്. ആക്രമണ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ബ്രിട്ടനിൽ പമ്പുകളിൽ റെക്കോർഡ് വില വർധനവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയാണ് എണ്ണ വിതരണത്തിലെ തടസ്സം ഏറ്റവും ദോഷകരമായി ബാധിക്കുക. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. ജലപാത ഇപ്പോഴും തുറന്നു തന്നെയാണെന്നും കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടില്ല എന്നുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ കടലിടുക്കിൽ അമേരിക്കൻ അനുകൂല ഇന്ധന ടാങ്കറിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് ബദലായി സൗദി അറേബ്യയും UAEയും പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണ കയറ്റുമതിക്കും ഈ ജലപാതയല്ലാതെ മറ്റ് സുരക്ഷിത മാർഗങ്ങളില്ല. യുദ്ധം നീണ്ടുപോയാൽ എണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിക്കുമെന്ന ആശങ്കയിലാണ് സാമ്പത്തിക ലോകം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കനത്ത സാമ്പത്തിക സുരക്ഷാ ഭീഷണിയിലാണ്. ലോകത്തിന്റെ എണ്ണക്കപ്പൽ പാതയെന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവിന് കാരണമായേക്കാമെന്നുമാണ് സൂചന. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ സിംഹഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ ബാരലിന് വില ഉയരുന്നത് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കും. കടലിടുക്ക് ദീർഘകാലം അടഞ്ഞുകിടന്നാൽ ഇന്ധന ലഭ്യത കുറയുന്നതിനൊപ്പം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും ഇത് നയിക്കും. അതേസമയം മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന യുദ്ധം സമാനതകളില്ലാത്ത നാശത്തിലേക്കും ഭീതിയിലേക്കും നീങ്ങുകയാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം ഭീതിയുടെ നിഴലിലാണ്. ഒമാന്റെ മണ്ണിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല, എന്നാൽ കടലിൽ ആക്രമിക്കുകയും ചെയ്തു. ഒമാൻ അതിർത്തിയിലൂടെ പോകുന്ന കപ്പലുകളാണ് ഇറാന്റെ ആക്രമണത്തിനിരയായത്. അതിനിടെ സൗദിയിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഡ്രോൺ ആക്രമണവും ഉണ്ടായി. ഈ സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിന് നാശനഷ്ടവും ഉണ്ടായി. ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ചുവന്ന കൊടി ഉയർത്തിക്കൊണ്ട് US-നും ഇസ്രായേലിനുമെതിരെ സമാനതകളില്ലാത്ത പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മധ്യസ്ഥതയ്ക്ക് ഒരു രാജ്യത്തിനും കഴിയുന്നില്ല. ഇതോടെ യുദ്ധം നീളാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ സ്ഥിരീകരണം US തള്ളിക്കളയുന്നുണ്ട്. ഇന്ധനം വഹിച്ചുകൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് US പറയുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം സാധ്യമാണെന്ന കാര്യത്തിൽ അറിയില്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ എണ്ണ ഇടനാഴി അടച്ചുകൊണ്ട് ഔദ്യോഗികമായി IRGC പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്.